ഹായ് ഗൈസ്, ഇലോൺ മാസ്കിന്റെ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി എന്താണ് സ്റ്റാർലിങ്ക് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ്സ് ആൻ ഇന്റർനെറ്റ് പ്രൊവൈഡിംഗ് കമ്പനി. നമ്മുടെ ജിയോയ്ക്കും എയർടെലിനൊക്കെ കോമ്പറ്റേറ്റർ ആകാൻ പറ്റുന്ന ഒരു കമ്പനി. എന്തുകൊണ്ടാണ് ഇലോൺ മാസ്കിന്റെ ഒരു ഇന്റർനെറ്റ് പ്രൊവൈഡിംഗ് കമ്പനി ഇന്ത്യയിലേക്ക് എന്ന് നിങ്ങൾക്ക് ആലോചിക്കാം. അപ്പോൾ അതിനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ, നോർമലി നമുക്ക് ഇന്റർനെറ്റ് നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് അല്ലെങ്കിൽ ടവേഴ്സ് ഒക്കെ വഴിയാണ്. പക്ഷേ ഇതിനൊരു ഗെയിം ചേഞ്ചർ എന്നുള്ള രീതിയിലേക്കാണ് സ്റ്റാർലിങ്ക് വരുന്നത്. ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് സാറ്റലൈറ്റ് വഴിയാണ്. അവർക്ക് ഓൾമോസ്റ്റ് 6000 മേലുള്ള സാറ്റലൈറ്റ് ഉണ്ട്. അവരുടെ പ്ലാൻ എന്ന് പറയുന്നത് വേൾഡ് ഫുൾ ആയിട്ട് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് ഒരു 130 കൺട്രിയിൽ അവരുടെ സർവീസസ് അവൈലബിൾ ആണ്. നമുക്ക് ഈ വീഡിയോയിലൂടെ എന്താണ് സ്റ്റാർലിങ്ക്, എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് അതൊരു ഗെയിം ചേഞ്ചർ ആയിട്ട് മാറാൻ പോകുന്നത്, അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. വെൽക്കം ടു എന്തും പറയാം. ഇനി എന്താണ് സ്റ്റാർലിങ്ക് എന്ന് നമുക്ക് നോക്കാം. ഇലോൺ മാസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് എന്ന് പറഞ്ഞ കമ്പനി 2015 സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞ പ്രൊജക്ട് അനൗൺസ് ചെയ്യുന്നത്. അവർ ഉദ്ദേശിക്കുന്നത് വഴി വേൾഡ് വൈഡ് ആയിട്ട് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്, അതും സാറ്റലൈറ്റ് ത്രൂ. ഇപ്പൊ നമ്മൾ ട്രഡീഷണൽ വേ ആയിട്ടുള്ള ഫൈബർ ഒപ്റ്റിക്സ് ആയിക്കോട്ടെ, ടവേഴ്സ് ആയിക്കോട്ടെ, ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വരുന്ന സമയത്ത് നമുക്കുള്ള ഓൾ കണക്ടിവിറ്റി നഷ്ടമാകും. അപ്പോൾ സാറ്റലൈറ്റ് ത്രൂ നമുക്കിപ്പോൾ നമ്മൾ റഷ്യ ഉക്രൈൻ വാറിന്റെ സമയത്ത് കണ്ടതാണ്. ഒരു വാറിന്റെ സമയത്ത് റഷ്യയിലെ ഫുൾ കണക്ടിവിറ്റി പോയ സമയത്ത് വിത്തിൻ ഫ്യൂ ഡേയ്സ് ആണ് ഇലോൺ മാസ്ക് ആ കൺട്രി ഫുൾ ആയിട്ട് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇന്ത്യക്ക് ഗെയിം ചേഞ്ചർ ആയിട്ട് വരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ, ഇപ്പോഴും ഇന്ത്യയിൽ ഇന്റർനെറ്റ് കിട്ടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ജമ്മു ആൻഡ് കാശ്മീർ ആയിക്കോട്ടെ, ഹിമാചൽ ആയിക്കോട്ടെ, അരുണാചൽ പ്രദേശ്, ഈവൻ കേരളത്തിൽ പോലും മലനിരകളുള്ള ഏരിയകളിൽ പോലും നമുക്ക് ഇന്റർനെറ്റിന്റെ അവൈലബിലിറ്റി കുറവുണ്ട്. അത് തമിഴ്നാടിന്റെ കൊടൈക്കനാൽ അങ്ങനെ പല ഏരിയാസിലും നമുക്ക് ഈ ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാർലിങ്ക് വഴി നമുക്ക് സാറ്റലൈറ്റ് ത്രൂ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്മെന്റ്, ഡിജിറ്റൽ ഡെവലപ്മെന്റ് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ബാക്കിലേക്ക് നിൽക്കുന്ന പല കാര്യങ്ങളിലേക്കും നമുക്ക് വീഡിയോ കോൾ ഫെസിലിറ്റീസ്, അതേപോലെ തന്നെ ഇ കൊമേഴ്സ്, അതേപോലെ ഹെൽത്ത് കെയർ, ഡോക്ടേഴ്സിന് പോലും വീഡിയോ കോൾ ത്രൂ ഒക്കെ അസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റും റിമോട്ട് ഏരിയാസിൽ. അപ്പൊ ഇതിന്റെ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്നതിലും അപ്പുറത്താണ് നിൽക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇലോൺ മാസ്കിന്റെ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വന്നതെന്ന് നോക്കാം. 2021 മുതൽ അവർ ഇന്ത്യയിലേക്ക് വരാൻ നോക്കുന്നുണ്ടെങ്കിലും ലൈസൻസിങ്ങിനുള്ള ഡിഫിക്കൽറ്റീസ് എല്ലാം അവർ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ 2025 ഫ്യൂ ഡേയ്സ് മുന്നേ ജിയോയും എയർടെലും ആയിട്ട് പാർട്ണർ ചെയ്തിട്ടാണ് അവർക്ക് ഇനിഷ്യൽ അപ്രൂവൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വരുന്ന മാസങ്ങളിൽ തന്നെ നമുക്ക് മേ ബി അവരുടെ സർവീസസ് ഇന്ത്യയിൽ ആക്സസിബിൾ ആയിരിക്കും. ഇനി ഏകദേശം ഒരു $10, ഒരു 850 രൂപയൊക്കെ ആയിരിക്കും നമുക്ക് ഈ സർവീസസിന് വേണ്ടിയിട്ട് പേ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അപ് ടു അൺലിമിറ്റഡ് സർവീസസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ പേയ്മെന്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇതിന്റെ ഒരു ഇൻസ്റ്റാളേഷൻ കിറ്റ് ഉണ്ട്. അപ്പോൾ സ്റ്റാർലിങ്കിന്റെ ഒരു ഇൻസ്റ്റാളേഷൻ കിറ്റിന്റെ ഒരു കോസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20,000 മുതൽ 40,000 വരെയൊക്കെ നമുക്ക് ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് വരാം. അതിന്റെ അകത്ത് അവരുടെ ഡിഷ്, റൗട്ടർ, അതിന്റെ വേണ്ടിയിട്ടായിട്ടുള്ള കേബിൾസ് ഒക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത്. ഇതൊരു നമുക്ക് തന്നെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ഇല്ലാണ്ട് തന്നെ ഏതൊരു ഇൻഡിവിജ്വലിനും ഇത് ഓർഡർ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സമയത്ത് കടലിൽ പോകുന്നവരായിക്കോട്ടെ, ഫ്ലൈറ്റിൽ പോകുന്നവരായിക്കോട്ടെ, റൂറൽ ഏരിയസ്, മലകളിൽ നിന്ന് എവിടെയാണെങ്കിലും നമുക്ക് ഇന്റർനെറ്റ് ആക്സസിബിലിറ്റി കിട്ടും. ഈവൻ നമുക്ക് നമ്മുടെ വെഹിക്കിൾസിലോ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇന്റർനെറ്റ് ഫെസിലിറ്റി കിട്ടാനുള്ള ഒരു ഗുഡ് വേ ആണ്. അപ്പോൾ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഇപ്പൊ തന്നെ ടൂറിസം വേസ് ഒക്കെ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഏരിയയിലൊക്കെ ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് വളരെ കുറവാണ്. സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രി ഒക്കെ അതിന്റെ ഒരു കൺസേൺ അറിയിച്ചിരുന്നു. കാരണം നമ്മുടെ ബോർഡേഴ്സിന്റെ ഒക്കെ ഡേറ്റ ഷെയർ ആകുമെന്നൊക്കെയുള്ള കൺസേൺ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സെൻട്രലൈസ്ഡ് ആയിട്ട് ഇപ്പോൾ നമുക്കുള്ള കമ്പനീസിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇന്റർനെറ്റിന്റെ ഒരു കൺട്രോൾ എല്ലാം ഇന്ത്യ ത്രൂ ആണ് പോകുന്നത്. പക്ഷേ സ്റ്റാർലിങ്ക് പോലുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനി വരുമ്പോൾ അത് എത്രത്തോളം നമുക്ക് ഇന്റർനെറ്റിനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ എനിമീസിന്റെ അടുത്തേക്ക് നമ്മുടെ ഡേറ്റ പോകാതെ റെസ്ട്രിക്ട് ചെയ്യാനൊക്കെ പറ്റും എന്നുള്ള കാര്യം കണ്ടറിയണം. പക്ഷെ അതുകൊണ്ടാണ് അവരുടെ ഒരു അപ്രൂവലൊക്കെ ഇത്രയും നാൾ നീണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ ജിയോയും എയർടെലും ആയിട്ട് പാർട്ണർ ചെയ്തിട്ടാണ് ഇപ്പോൾ അവർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊക്കെ അവർ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഹെവി റെയിൻസ് ഉള്ള സമയത്തും ക്ലൗഡി ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ ഇതിന്റെ ഒരു ഇന്റർനെറ്റിന്റെ ഫെസിലിറ്റീസിനൊക്കെ എഫക്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ നെഗറ്റീവ് സൈഡ് നോക്കുന്നതിലും ഉപരി നമുക്ക് നമ്മുടെ ഫിഷർമാനൊക്കെ കടലിൽ പോകുന്ന സമയത്തും നമുക്ക് ഫ്ലൈറ്റിലും ബാക്കിയുള്ള സമയത്തൊക്കെ നമുക്ക് ഇന്റർനെറ്റ് ആക്സസിബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ റൂറൽ ആയിട്ടുള്ള ഏരിയയിൽ ഡെവലപ്മെന്റ് എത്താത്ത സ്ഥലങ്ങളിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, അതേപോലെ തന്നെ അഗ്രികൾച്ചറിലുള്ള ഡെവലപ്മെന്റ്, ഇ കൊമേഴ്സ്, ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഇന്ത്യക്ക് വൺ ഡെവലപ്മെന്റ് ആയിരിക്കും ഈ പറഞ്ഞ കാര്യം കൊണ്ട് തന്നെ എത്താൻ പറ്റുന്നത്. അപ്പോൾ അത് മാത്രമല്ല ഇത് എത്രത്തോളം നോർമൽ യൂസേഴ്സിന് ഇതിന്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 850 രൂപയൊക്കെയാണ്. അത് എത്രത്തോളം നോർമൽ യൂസേഴ്സിന് ആക്സസിബിൾ കിട്ടും എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയണം. ബട്ട് സ്റ്റിൽ പലപ്പോഴും നമുക്ക് പൈസ കൊടുത്താലും കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഇന്റർനെറ്റ്. കാരണം ആ ഒരു സർവീസസ് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് പലയിടത്തും റെസ്ട്രിക്ഷൻസും ഡെവലപ്മെന്റിനെയൊക്കെ ഗ്രോ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുണ്ട്. ഇപ്പൊ നമുക്കറിയാം ക്വിക്ക് കൊമേഴ്സ്, ഇ കൊമേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് അതിനെല്ലാം ഫുള്ളി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഇന്റർനെറ്റ് സർവീസസിനെയാണ്. അപ്പോൾ ഒരു ഇന്റർനെറ്റ് സർവീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്ഥലത്തിന്റെയും ഡെവലപ്മെന്റ് അത്രത്തോളം കൊണ്ടുവരാൻ പറ്റും. ഇത് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യലി ഇതിന്റെ ഒരു ഇൻസ്റ്റാളേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർലിങ്കിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ റീജിയനിൽ ഇതിന്റെ കവറേജ് അവൈലബിൾ ആണെന്ന് നോക്കാൻ പറ്റും.
അതിന്റെ അവരുടെ സ്റ്റാർലിങ്ക് കിറ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് വരുന്ന ഡിഷ് ആന്റിന, അതേപോലെ തന്നെ റൗട്ടർ, അതിന്റെ കേബിൾസ്, ഇത് വെച്ചിട്ട് നമുക്കത് എവിടെ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിന് അവരുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ജസ്റ്റ് വയർ കണക്ഷൻ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ്ലി നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഇത് ഇന്ത്യക്ക് ഒരു ഗെയിം ചേഞ്ചർ ആയി തന്നെ കാണാം. പക്ഷേ ഇത് ഇവിടെ തന്നെ തീരുന്നില്ല. ഇവർക്ക് കോമ്പറ്റീറ്റർ ആയിട്ട് ആമസോൺ വരുന്നുണ്ട്, അതേപോലെ തന്നെ ജിയോയുടെ സാറ്റലൈറ്റ് ഫെസിലിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാർലിങ്കിന് അത്ര ഈസി അല്ല. ഇപ്പോൾ ഇനിഷ്യലി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിൽ നമ്മുടേതായിട്ടുള്ള ജിയോയുടെയും അല്ലെങ്കിൽ ആമസോണിന്റെ ഒക്കെ പുതിയ സർവീസ് പ്രൊവൈഡേഴ്സും ഈ രംഗത്തേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി എന്തുകൊണ്ടാണ് സ്റ്റാർലിങ്കിന് ഇത്രയും ലോ കോസ്റ്റ് ആയിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്, സാറ്റലൈറ്റ് ത്രൂ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റീയൂസബിൾ ആയിട്ടുള്ള ഫാൽക്കൺ 9 എന്ന് പറഞ്ഞ റോക്കറ്റ് വെച്ചിട്ടാണ് അവർ സാറ്റലൈറ്റിൽ ഡിപ്ലോയ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് 6,000ഓളം സാറ്റലൈറ്റ് ആണ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അവർ 2027 ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 45,000 ഓഫ് സാറ്റലൈറ്റ് ആയിരിക്കും ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡിങ്ങിന് വേണ്ടി മാത്രം അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് എ ഹ്യൂജ് തിങ്. അപ്പോൾ നമുക്ക് വേൾഡ് വൈഡ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അന്റാർട്ടിക്ക മുതൽ യൂറോപ്പ്, ഈ പറഞ്ഞ റീജിയനിലെല്ലാം ഇവരുടെ സർവീസസ് അവൈലബിൾ ആണ്. ഇത് ഒരു നിങ്ങൾക്കറിയാം, എന്തെങ്കിലും ഡിസാസ്റ്റർ ഒക്കെ വരുന്ന സമയത്ത് ഏതൊരു കൺട്രിക്കും പെട്ടെന്ന് തന്നെ ഇന്റർനെറ്റ് ഫെസിലിറ്റി ഒക്കെ അവൈലബിൾ ആക്കാൻ ഈ പറഞ്ഞ ടെക്നോളജി കൊണ്ട് പോസിബിൾ ആണ്. സോ ലെറ്റ്സ് വെയിറ്റ്. ടെക്നോളജി ആണെങ്കിൽ അത് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് ഒക്കെ കിട്ടാൻ ഇപ്പോഴും ഇന്ത്യയിൽ ആരെങ്കിലും ഒക്കെ വിഷമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ സർവീസസ് എത്രയും പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യുക.